ബിൻസി സൂരജ് ദമ്പതികളുടെ മരണവാർത്ത കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വലിയ ഞെട്ടലില്ല. കാരണം ഇത് ഒരു നിത്യസംഭവമായി ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 75% പുറത്ത് അറിയുന്നില്ല എന്ന് മാത്രം. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു പെൺകുട്ടി എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, നമ്മുടെ സ്വന്തം ഭർത്താവാണെന്ന് പറഞ്ഞാലും ശരി, അവരുടെ ഉള്ളിലുള്ള ഈഗോ എപ്പോഴാണ് വളരുന്നത് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ ഭാര്യമാർ ഒത്തിരിയും ജാഗ്രതയോടെ വേണം ഈ നാളുകളിൽ ജീവിക്കാനെന്നും. ചില സംഭവങ്ങൾ വിവരിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ അവൾ എന്നോട് പറഞ്ഞത്. ന്യൂലി മാരീഡാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവൾ വളരെ ശ്രദ്ധയോടെയാണ് തൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നെന്ന് ഉള്ളത് എനിക്കപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്നിട്ട് അവൾ എടുത്തെന്നോട് ചോദിച്ച വിഷയം ഇതാണ്: കേരളത്തിലുള്ള പുരുഷന്മാരിലാണല്ലോ ഇത് കൂടുതലും കണ്ടുവരുന്നത്. അതങ്ങനെ തന്നെയാണെന്നുള്ളത് സമ്മതിക്കേണ്ടി വരുന്നു. കാരണം നമ്മുടെ കൾച്ചറൽ പഠിപ്പിച്ചു വെച്ചതും പ്രത്യേകിച്ചും നമ്മുടെ ആത്മീക ലോകം നമ്മളെ പഠിപ്പിച്ചു വെച്ചും എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ഥാനം കൊടുത്ത് അല്ലെങ്കിൽ അവരെ കുറച്ച് തലക്കനത്തിൽ എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ കൾച്ചറിലുണ്ട്, നമ്മുടെ ആത്മീയ ലോകത്തും അതുണ്ട്. അതിനെ എതിരായിട്ട് ഒന്ന് അംഗീകരിക്കുവാൻ കഴിയാതെ വണ്ണം പുരുഷന്മാർ ഇപ്പോൾ മനോരോഗികളായി തീരുകയാണോ എന്നുള്ളത് എടുത്ത് പറയാതെ വയ്യ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു. എന്നാൽ ഈ നന്മയെ സൂക്ഷിക്കുവാൻ കഴിയാത്ത ഭോഷന്മാർ, മന്ദബുദ്ധികൾ, ക്ഷമിക്കണം, മനോരോഗികൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണെന്നുള്ളത് പറയാതെ വയ്യ. മിക്ക കുടുംബങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ത്രീകൾ ഒരു മഹാലക്ഷ്മിയെ പോലെയാണ് ഒരു കുടുംബത്തിൽ വന്ന് കയറുന്നത്. എന്നാൽ ആ മഹാലക്ഷ്മിയുടെ വിളക്ക് കെടുത്തിക്കളയണോ, അതിനെ കത്തിച്ച് ജീവിതം മൊത്തം വെളിച്ചമുള്ളതാക്കി തീർക്കണോ എന്നുള്ളത് ഒരു പുരുഷന്റെ കയ്യിലിരിക്കുന്നു. സ്ത്രീകൾ മാത്രമാണ് എപ്പോഴും എല്ലാം സഹിക്കേണ്ടത്, അവരാണ് എപ്പോഴും കീഴ്പ്പെട്ടിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് താഴോട്ട് നീക്കേണ്ടത് എപ്പോഴും സ്ത്രീകളാണെന്നുള്ള ഒരു പഠിപ്പീര് അല്ലെങ്കിൽ ആ ഒരു വിചാരം മനുഷ്യരുടെ ഉള്ളിൽ കുത്തിവെച്ച് അതിനെയാണ് ഈഗോ ആയിട്ട് പിന്നീട് വളർത്തിയെടുക്കുന്നത്. അതിന് വിരോധമായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ ഈ ഈഗോ അവരുടെ ഉള്ളിൽ തല ഉയർത്തുന്നു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. 2 ചെറുപ്പക്കാർ ഡൽഹിയിൽ വെച്ച് പരിചയപ്പെടുന്നു. മുഖത്തോട് മുഖം നോക്കിക്കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള 2 വ്യക്തികൾ. അതെ, ബിൻസിയും സൂരജും. ബിൻസി എന്നവൾ BSc നേഴ്സാണ്. പരിചയപ്പെട്ടത് ഒരു ജനറൽ നേഴ്സ്, പേര് സൂരജ്. അവൻ ഏതു വിധത്തിലും BSc നേഴ്സ് ആകണമെന്നുള്ള ബിൻസിയുടെ അതിയായ മോഹം അത് പങ്കുവെച്ചപ്പോൾ സൂരജ് സമ്മതിച്ചു. എന്നാൽ അതിനുള്ള പ്രാപ്തി അവനില്ല. സാരമില്ല, ബിൻസി സഹായിക്കാമെന്ന് പറഞ്ഞു പണം കൊടുത്ത് സഹായിച്ചു. അവനെ BSc നേഴ്സ് ആക്കി തീർക്കുന്നു. അപ്പോഴെങ്ങും അവന് യാതൊരു കുഴപ്പവുമില്ല. പിന്നീട് ബിൻസി തൻ്റെ സ്വന്തം പ്രയത്നത്താൽ അവൾ കുവൈറ്റിലേക്ക് ചേക്കേറുന്നു. അവിടെ മിനിസ്ട്രിയിൽ ഒരു ജോലി ലഭിക്കുന്നു. അവിടെ തന്നെ തൻ്റെ കാമുകരെ കൊണ്ടാകണമെന്നുള്ള അതിയായ മോഹം അതും സാധിച്ചു. അങ്ങനെ ആ മഹാലക്ഷ്മി ആ കാര്യം സാധിച്ചെടുത്ത് ഈ BSc നേഴ്സായ സൂരജിനെ കുവൈറ്റിൽ കൊണ്ടുവന്നു അവനും നല്ലൊരു ജോലി, മിനിസ്ട്രിയിൽ തന്നെ ഒരു ജോലി സാധ്യമാക്കി കൊടുക്കുന്നു. അപ്പോഴും ഈ ഈഗോയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ സമൂഹം ഇവരുടെ ലവ് ചരിത്രം അങ്ങ് കേട്ടു തുടങ്ങിയപ്പോൾ അവന് മുൻപിലുണ്ടാകുന്ന സോഷ്യൽ സ്റ്റാറ്റസ് വരുത്തി വെച്ച ഒരു യോഗ്യത, ഒരു ഈഗോയാകാം ഒരുപക്ഷെ അവൻ്റെ ഉള്ളിൽ അത് വേര് പിടിച്ച് തുടങ്ങിയത്. എല്ലായിടത്തും എൻ്റെ ഭാര്യയാണ് മാനിക്കപ്പെടുന്നത്. കാരണം അവരുടെ ലവ് ചരിത്രം തന്നെ അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര സൗന്ദര്യം എനിക്കുണ്ടെങ്കിലും, എത്ര കഴിവ് എനിക്കുണ്ടെങ്കിലും, എത്ര എനിക്ക് തലക്കനവും എനിക്ക് ശരീരഭാരവും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ടെങ്കിലും ശരി, എൻ്റെ ഭാര്യയ്ക്കാണ് എല്ലായിടത്തും മാന്യത കിട്ടുന്നത് എന്നുള്ള ഒരു ഈഗോ ഈ പുരുഷനിൽ നിശ്ചയമായിട്ടും വളർന്നിട്ടുണ്ട്. അതിനെ തെളിയിച്ചുകൊണ്ടാണ് അടുത്തൊരു ഇൻസിഡന്റ് അവർ ജീവിതത്തിൽ സംഭവിക്കുന്നു. 5 പ്രാവശ്യമായാലും ശരി എഴുതി ഓസ്ട്രേലിയക്ക് പോകുവാനുള്ള ആ പരീക്ഷ ജയിച്ച് സകലത്തിനെയും സാധ്യമാക്കി വാതിലുകൾ കൊണ്ട് എത്തിച്ചു നിൽക്കുന്ന ബിൻസിയുടെ അനുഭവം. അവിടെയും ഇവനൊരു BSc നേഴ്സ് ആണെങ്കിലും ഇവനെ പരീക്ഷ എഴുതി പാസ്സാകുവാൻ കഴിയാഞ്ഞത് കൊണ്ടാണോ എന്തായാലും അവിടെയും മുൻപിട്ട് നിൽക്കുന്നത് ബിൻസി എന്ന് പറയുന്ന പെൺകുട്ടി തന്നെയാണ്. അവളുടെ പിന്നാലെ ഓസ്ട്രേലിയക്ക് ചേക്കേറാൻ വാതിൽ തുറക്കപ്പെട്ട സൂരജിന്റെ അനുഭവം എത്ര ദയനീയമാണ്. ഇതിലൂടെയൊക്കെ അവൻ വളർത്തിക്കൊണ്ടുവന്നത് ഈഗോ എന്ന പൈശാചികത്വമാണ്. അതിനെ ഒരു മനോരോഗമായി പിന്നീട് ചിത്രീകരിക്കപ്പെടുന്നു. ഒരു പെൺകുട്ടി ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾ ആകെ മൊത്തം ആ പുരുഷന് കീഴടങ്ങി ജീവിച്ച് ആ പുരുഷനെ സ്നേഹിച്ച് തൻ്റെ മക്കളെ സ്നേഹിച്ച് അവരെ വളർത്തി അവരെ പോലെ തന്നെ നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള മനസ്സോടെ ആ പക്വതയോടെ ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഒരു പെൺകുട്ടി ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. എന്നാൽ ആ പുരുഷന് ലഭിക്കേണ്ട
ലഭിക്കേണ്ട സ്നേഹവും അവൾക്ക് ലഭിക്കേണ്ട അവളുടെ ഉത്തരവാദിത്വം ഒന്നും ലഭിക്കാതെ വരുമ്പോൾ അവളുടെ ജീവിതം ആകെപ്പാടെ താറുമാറാകും. ബിൻസിയെ സംബന്ധിച്ച് അവൾക്കൊന്നും പുറത്തു പറയുവാൻ കഴിയുന്നില്ല. കാരണം സകലതും അവൾക്ക് സഹിച്ചേ മതിയാകൂ. കാരണം അവൾ സ്വയം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഈ പുരുഷന്റെ ഏത് സ്വഭാവം സഹിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിലാണ് അവൾ സഹിച്ച് മുന്നേറുന്നത്. സംശയരോഗി, മനോരോഗി അല്ലെങ്കിൽ ഈഗോയെ വളർത്തിക്കൊണ്ടുവന്ന് അതിനെ ഒരു സ്വഭാവത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സ്ത്രീകൾക്ക് കഴിയണം. അതെല്ലാ പുരുഷന്മാർക്കും ഉള്ളതാണല്ലോ. ഞങ്ങൾ സഹിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് സഹിക്കാതെ കൊണ്ട് അതിനെ മനോരോഗമായി തന്നെ കണ്ട് ചികിത്സിക്കുവാൻ കഴിയണം. ഇല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുവാൻ നമ്മൾ പഠിച്ചു തന്നെ ആകണം. പുറമേ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാതൃകയുള്ള കുടുംബജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം സൂക്ഷിച്ചുകൊണ്ട് പോയി എങ്കിൽ അവൾ എവിടെയൊക്കെയോ സകലതും മറച്ചു വെച്ചിരുന്നു. പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഇവനും നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ആരോടും വൈകാരികമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ അവൻ്റെ ചേഷ്ടകൾ, അവൻ്റെ ഈഗോ പുറത്തെങ്ങും കാണിക്കാതെ അതിനെ സൂക്ഷിക്കാനുള്ള നല്ലൊരു കപ്പാസിറ്റി ഉള്ള പയ്യനായിരുന്നു സൂരജ് എന്നും പറയാതെ വയ്യ. എന്നാൽ എവിടെയാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഭാര്യയുടെ ജീവിതത്തിന്റെ മുൻപിൽ മാത്രം. ആ ഒരു വൈകല്യം പുറത്താരും അറിയാതെ ഏതെങ്കിലും ലോകത്തിന്റെ അറ്റത്ത് പോയി കിടക്കാമെന്ന് പറഞ്ഞു ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറുവാൻ ആഗ്രഹിക്കുന്ന ബിൻസിയുടെ ജീവിതത്തെ തരിപ്പണമാക്കി കൊടുത്തതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത അത് കൊലപാതകമായി മാറിയത്. മനോരോഗികളായി കണ്ട് മനസ്സിലാക്കുവാനോ അതിനെ ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തുവാനോ കഴിയാതെ സകലതും സഹിച്ചു പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം ഇപ്പോഴും ഏറെയാണ്. എന്നാൽ മിക്ക പെൺകുട്ടികളും അത് മനസ്സിലാക്കി ഞങ്ങൾക്ക് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുടെ എണ്ണവും വളരെയാണ്. ഞങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് വിലപിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം ഇനിയും വർദ്ധിക്കുവാൻ പോകുന്നതേ ഉള്ളൂ. സ്ത്രീകൾ ബലഹീനതെന്ന് പറഞ്ഞ് സ്ത്രീകളെ മിണ്ടാതെയാക്കുമ്പോൾ മറുഭാഗത്ത് സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതെ, സ്ത്രീകൾ ബലഹീനെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, അവരുടെ സൃഷ്ടാവിനെയാണ് നിങ്ങൾ ബലഹീനമാക്കുന്നത്. അതെ, നമ്മുടെ ദൈവത്തെ തന്നെയാണ്, ഇസ്രായേലിൻ്റെ ദൈവത്തെ തന്നെയാണ്, ആദാമിനെയും ഹവ്വയും സൃഷ്ടിച്ച ദൈവത്തെയാണ് നിങ്ങൾ ബലഹീനമാക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തിയിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അവൻ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഭൂമിയെ വാഴുക എന്നുള്ളത്. അല്ലാതെ ഒരു പുരുഷന്റെ കീഴിൽ നിന്ന് വാഴുവാനല്ല ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഈ ബലഹീനത? പൗലോസിന്റെ വാക്കുകളിലാണ് സ്ത്രീകളെ ബലഹീനമാക്കി വെച്ചത്. പൗലോസ് ഉദ്ദേശിച്ച സ്ത്രീയുടെ ബലഹീനത എന്താണെന്നുള്ളത് അത് മറ്റൊരു എപ്പിസോഡായി തന്നെ ഇടേണ്ടി വരും. ചില സ്ത്രീകൾ പൊരുതി ഈ മനോരോഗത്തെ മനസ്സിലാക്കി അതിൽ നിന്നും തന്നെത്താനെ ഒഴിഞ്ഞു നിൽക്കുന്നു. ചില സ്ത്രീകൾ ഈ പുരുഷന്മാരെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുന്നു. ചില സ്ത്രീകൾ അവരുടെ കയ്യാൽ കൊല്ലപ്പെടേണ്ടതിന് തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഏത് വിധത്തിലുള്ളവർ? അതെ, പെൺകുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയാക്കി കൊടുക്കുക മാത്രമല്ല, ജീവിതത്തോട് പൊരുതി എത്രമാത്രം വ്യക്തതയോടെ ജീവിക്കണമെന്നും എത്രമാത്രം ബുദ്ധിയോടെ കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ തന്നെ സൂക്ഷിക്കണമെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കുക തന്നെ വേണം. നമ്മുടെ മേൽ ദൈവം വെച്ചിരിക്കുന്ന വെളിച്ചത്തെ കെടുത്തിക്കളവാൻ ആരെയും അനുവദിക്കരുത്. നമ്മൾ സ്വയം കെടുത്തിക്കളയുകയും ചെയ്യരുത്.